നമ്മൾ തമ്മിലുള്ള ധാരണ അനുസരിച്ച് കേസിൽ അനുകൂലമായ വിധി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് വേണ്ടുന്നതേ ഞാൻ ചെയ്തുള്ളൂ. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. അയാളുമായിട്ടുള്ള ഈ പൂർവ്വബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയയ്ക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ലെന്ന കാര്യം ഞാൻ ഊഹിച്ചതേയില്ല. പ്രിയയെ അയാൾക്കും അറിയാമായിരുന്നില്ലേ? നമുക്ക് പിന്നീട് സംസാരിക്കാം. സർ, ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ദൈവമേ, അതേ കിടപ്പ് തന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക, കുടിക്കുക, കെടുക്കുക, എഴുന്നേൽക്ക, കുടിക്കുക, കെടുക്കുക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയാ പൊടിച്ചത്? തഹസിൽദാർ സാറിന് അറിയോ? ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ലഞ്ഞിട്ടല്ല. MT വാസുദേവൻ നായരും മഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കേസാണിതെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കേസിൽ നിന്ന് പിൻവാങ്ങുകയാണ്? അതെന്തിന്? സത്യത്തിൽ അതൊരു കള്ളക്കേസാണല്ലോ മിസ്റ്റർ സാഗർ. മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ, ഞാൻ താൻ പെട്ടെന്ന് മാന്യനായോ? നാണവും മാനവും ഇല്ലാതെ വെറും കാശിന് വേണ്ടി കോടതിയിൽ കിടന്ന് നാടകം കളിച്ച നാറിയല്ലോടോ താൻ, നാറി വക്കീലേ. ഇപ്പൊ ഒന്ന് പറയാണ് കള്ളക്കേസാണെന്ന്. ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാടോ. ഇടിച്ചതിന്റെ നെഞ്ചെ കളിക്കി തരാം. അപ്പൊ അതൊരു കേസാക്കാം. അവളെ വെട്ടി വെട്ടി ഞാൻ നുറുക്കാം. അപ്പൊ തനിക്ക് മറ്റൊരു കേസ് കിട്ടും. അവളോട് പറഞ്ഞേക്ക്, ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന്. നിക്ക്, ആത്മഹത്യ ചെയ്യരുത്. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മഹത്യയോ? വിടണോ? സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കില്ലേ? അതല്ല, പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ. അത് പോട്ടെ, ഇപ്പൊ ആലോചിച്ച എന്താ? കഥയാണോ? ഈ കാണുന്നത് എന്താണ്? ഇത് കടലല്ലേ? അല്ലേ? ഈ കടലിന്റെ അക്കരെ എന്താണ്? കടലിനക്കരെ അക്കരെ കരയായിരിക്കും അല്ലേ? ഈ അറബിക്കടൽ കടന്നു നിന്നാൽ എത്തുന്നത് എവിടാണ്? ഗൾഫിൽ. ഗൾഫിലല്ലേ? അതെ, ഗൾഫ്. ഗൾഫ്. ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ്. അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല, യഥാർത്ഥ കഥ, എന്റെ ജീവിതം. ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിത കഥയാണ്. ഗസറ്റഡ് യക്ഷിയും ജയദേവൻ എന്ന എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു. ഹലോ, വിദ്യാസാഗർ ഹിയർ. പത്മിനി ചേച്ചി നല്ല ആളാ. ഇന്നലെ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്. അതുപോലെ കാര്യങ്ങൾ അവിടെ വരെ. ഞാനും മോനേട്ടനും കൂടി പോയി കണ്ടു. നല്ല ഒതുക്കവും വിനയവും, വെളുത്ത് മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള ചിരിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു. മോഹനേട്ടന്റെ കാര്യം വിടൂ. പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പവും ഒക്കെ എന്നേക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ. എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ. പറ്റുമെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് വന്നിട്ട് പോയിക്കൂടെ നിനക്ക്? ഇപ്പൊ വന്നാ കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് തരില്ല. അപ്പൊ പിന്നെ ഒരു താലി പാഴ്സൽ അയച്ച് തരേണ്ടി വരും ഞാൻ.
ഒക്കെ ചേച്ചിയും മോഹനേട്ടനും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. എപ്പോ കൊടുത്തയച്ചു? ആരുടെ കൊടുത്തയച്ചു? എന്ന് കൊടുത്തയച്ചു? ഓ കിടന്ന് ചാടാതെ. നിന്റെ കൂട്ടുകാരൻ സൈനുദ്ദീന്റെ സിസ്റ്റർ സോണിയ അല്ലേ? അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു മെനിഞ്ഞാന്ന് രാത്രിയില്. കയ്യോടെ കൊടുത്തയച്ചിട്ടുണ്ട്. ഫോട്ടോ ഇപ്പൊ സൈനുദ്ദീന്റെ കൈ കിട്ടിക്കാണല്ലോ. അവൻ പറഞ്ഞില്ലേ? അപ്പൊ പറഞ്ഞില്ല. കള്ള നമുക്ക് മറന്നു കാണും. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി. ഹലോ, മലബാർ ഗാർമെന്റ്സ്. ആര് വിദ്യാർത്ഥനോ? ആ ചൈനക്കുണ്ടല്ലോ, കൊടുക്കാം. ഇക്കാ ഫോൺ. ആ അതോ കിടക്കുന്നു. മര്യാദയ്ക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ദാ ഫോൺ. എന്ത് ഫോണ്? നീ ഇതൊന്ന് ശരിക്കും അടുക്കി വെക്ക ആദ്യം. ഏതാ ഫോൺ? വിദ്യാർത്ഥന. എന്താണ് മോനെ കുട്ടാ, സുഖം തന്നെയോ? അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിയിട്ട് നീ എന്താ എനിക്ക് തരാത്തത്? തരാത്തത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല. ഇടിച്ചു നിന്നെ മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കടാ. നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് 10,000 ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു 10,000 പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന്. അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ. എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി. എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥ്യമൊന്നും അവനോട് കാണിക്കണ്ട. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണ് രാജ്യസ്നേഹം. ഓ, ഇതാണോ രാജ്യസ്നേഹം? ആ, ഞാൻ അറിഞ്ഞില്ല. നീ ഈ ഫോട്ടോ എപ്പോ എത്തിക്കും? നീ ടീഷർട്ടിന്റെ ഓർഡർ എപ്പോ തരും? ഓ, അത് ശരി. അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? നീ ഓർഡർ താടാ മോനെ. വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം. എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെ കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ? ഓക്കെ. എന്റെ അല്ലോ, രാത്രി ഫ്ലാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? ഓർഡർ തന്നാലേ ഫോട്ടോ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടെന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ. അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ട് കിടക്ക്. എന്തിന്? ആ ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല. ഇപ്പൊ തന്നെ പുറപ്പെടാ. ഇപ്പോഴാ? നിന്നോട് വരാനാ പറഞ്ഞ. ഫോട്ടോ ഒക്കെ എടുത്തു തരാം. നീ ആദ്യം ഈ കൈ ഒന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കുന്നാലേ. അവിടെ നിൽക്കാൻ. അങ്ങനെ നിക്കണില്ല മോനെ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇവിടെ വരാൻ. എന്നെ ഓടിക്കരുത്. 1500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. പട്ടി. സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നാ? ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ. അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിണ്ട് കേട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. ബാലു, ബാലു. സഗർ, സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നോ? കടലില്ലേ? ഇല്ല. എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ്. ശരി. ആ സഗർ, കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കേട്ടോ? കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ? ആ, വന്നിട്ട് പോയി. സൈനിക ഫോട്ടോ കാണിച്ചിട്ടോ? കുട്ടി നന്നായിട്ടുണ്ട്. അവനെ എന്തിച്ചു? യെസ്, വിദ്യാസാഗർ. നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ? നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട. എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു.
എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം മോൻ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. എന്താ മോനെ സൈനു, ഫോട്ടോ ഇപ്പൊ താടാ. നോ നത്തിങ് ഡൂയിങ്. വൈകുന്നേരം പാർട്ടി. ഓക്കെ, പോടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ചിക്കു. ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു. കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിപറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരട്ടെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു. എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക്. ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ. ഫോട്ടോ ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വിശ്വാസമില്ല? എടാ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല. അല്ലോ, നല്ല കുട്ടിയായിരുന്നു. ഹലോ. ആ ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പോ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവൂ. അത് ശരി. ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്. ആ സൈനുദിന്റെ തലക്കിട്ട് 2 കിഴുക്ക് കൊടുക്ക്. ഇനിയിപ്പോ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം.